എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഷാജിന്റെ കുടപ്പനക്കുന്നിലെ വീട്ടിൽ ചെന്ന് അർദ്ധരാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായമായ അപ്പനും അമ്മയോടും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഉടുതുണി മാറാൻ പോലും അവസരം കൊടുക്കാതെയാണ് പോലീസ് ഷാജിനെ അറസ്റ്റ് ചെയ്തത്. സാധാരണ സുപ്രീം കോടതി തന്നെ എല്ലാ പോലീസിനും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം കാരണം ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാരണം വ്യക്തമായി ബോധിപ്പിക്കണം. അതുമാത്രമല്ല, ഒരു പ്രതിക്ക് ചില മാനുഷിക പരിഗണന കൊടുക്കണം. അതായത് ഒരു വസ്ത്രമൊന്നും ഇടാതെ പബ്ലിക്കിന്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യരുത് ഒരു പ്രതിയെ. അതായത് ചില മാനുഷിക പരിഗണന പോലും ഈ പ്രതികൾ അർഹിക്കുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തി. സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിയാണ് ഇന്നലെ പിണറായി വിജയൻ്റെ പോലീസ് ഷാജിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ വളരെ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ഈ സമീപകാലത്ത് ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് കുറ്റകൃത്യങ്ങളും ചെയ്ത ആൾക്കാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കൺമുന്നിൽ തന്നെയുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് വെഞ്ഞാറമൂട് 5 പേരെ കൊല ചെയ്തില്ലേ, അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വളരെ മര്യാദ കൂടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് പൊറോട്ടും ബീഫും കഴിക്കണം, അതുപോലും വാങ്ങിക്കൊടുത്ത ആൾക്കാരാണ് ഇവിടുത്തെ കേരള പോലീസ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഷാജിനോട് എന്താണ് ഇത്ര ദേഷ്യം കേരള പോലീസിന്? അതായത് മാഹിയിലുള്ള ഒരു യുവതി കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷാജിനെ അറസ്റ്റ് ചെയ്യുന്നത്. സെക്ഷൻ 790 ഓഫ് BNS ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നതിലെ സെക്ഷൻ 790 വെച്ചിട്ടാണ് ഷാജിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഒഫൻസസ് റിലേറ്റഡ് ടു ക്യാരക്ടർ ഡിഫമേഷൻ, പിന്നെ അതിൻ്റെ കൂടെ IT ആക്ടും ചേർത്തിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ യുവതി പറയുന്നത് ഷാജൻ ഏകദേശം കഴിഞ്ഞ ഡിസംബറിൽ ചെയ്ത വീഡിയോയിൽ സെക്ഷലി അസോൾട്ട് ആയ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലെ കണ്ടന്റ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമൂഹ മധ്യത്തിൽ ഒരുപാട് നാണക്കേടുണ്ടായി, അതിൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എനിക്ക് നാണക്കേടുണ്ടായി എന്ന തരത്തിലാണ് പരാതിപ്പെട്ടത് യുവതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഷാജിൻ്റെ അച്ഛനും അമ്മയും അവർ എരുമേലിയാണ്, ഷാജിൻ്റെ സ്വദേശം എന്ന് വെച്ചാൽ എരുമേലിയാണ്. എരുമേലിയിൽ നിന്ന് അച്ഛനും അമ്മയും തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലോട്ട് വീട്ടിലോട്ട് വരുമ്പോൾ എരുമേലിയിൽ നിന്ന് തന്നെ പോലീസ് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനർത്ഥം പോലീസ് എന്തൊക്കെയോ കരുതി കൂട്ടി നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്രീ പ്ലാൻഡ് പരിപാടിയായിരുന്നു ഷാജിൻ്റെ ഈ അറസ്റ്റ്. അതായത് പോലീസ് ഉദ്ദേശിച്ചതാണ് വീട്ടിൽ കയറി അർദ്ധരാത്രി കയറി അറസ്റ്റ് ചെയ്യുക, അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഷാജിനെ കസ്റ്റഡിയിൽ വെക്കുക, വീട്ടുകാർക്കൊരു ഭയം ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഇത്രയും ഷാജൻ ചെയ്ത തെറ്റെന്താണ്? അതായത് വലിയൊരു തെറ്റായി തോന്നുന്നില്ല. അത് പലപ്പോഴും അതിൻ്റെ തെളിവുകൾ തന്നെ ഷാജൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാജൻ ഈ ആ വീഡിയോ ചെയ്തതെന്ന് ഷാജൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അർദ്ധരാത്രി വീട്ടിൽ കയറിയിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തത്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതാണ്. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പിണറായി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള അർദ്ധരാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഴിമതിയെയും തട്ടിപ്പിനെയും തുറന്നു കാട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഷാജൻ സ്കറിയ. ഈ മാധ്യമങ്ങളെ തമ്പ്രാൻ കടക്കുപുറത്ത് എന്ന് തമ്പ്രാൻ കൽപ്പിക്കുമ്പോൾ തമ്പ്ര എന്ന് പറഞ്ഞ് നട്ടല് വളഞ്ഞ് കുനിഞ്ഞു നിൽക്കാൻ ഷാജൻ സ്കറിയെ കിട്ടില്ല. പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന നിരപരാധികളെ ഭീകരാക്രമണത്തിലൂടെ വധിക്കുന്ന ഹമാസിനെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പോരാളികൾ എന്ന് വിളിച്ച് വാഴ്ത്തുമ്പോൾ അവരെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന ഒരേ ഒരാളാണ് ഷാജൻ സ്കറിയ. പിന്നെ കേരളത്തിൽ ഇസ്ലാമികവൽക്കരിക്കാൻ ഉള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായാണ് ഷാജൻ പ്രവർത്തിക്കുന്നത്. ഷാജൻ്റെ മാധ്യമ പ്രവർത്തനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആണ് എൻ്റെ പോരാട്ടമെന്ന് ഷാജൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനും കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനുമൊക്കെ കേരളത്തിലെ സാംസ്കാരിക ചെന്നായ്ക്കളും സർക്കാരും ജാതിയും മതവും തൊലിയുടെ നിറവും ഒക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടുമ്പോൾ അത്തരക്കാരെ തുറന്നു കാട്ടുന്ന ആളാണ് ഷാജൻ സ്കറിയ. പിന്നെ പിണറായി സർക്കാരിൻ്റെയും പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെയും കുടുംബത്തിൻ്റെയും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും ഇത്രയും തുറന്നു കാട്ടിയ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് കേരളത്തിലില്ല. ശരിക്കും കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് വേണമെങ്കിൽ ഷാജിന് വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ പുറമെ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികളെ കണ്ണിലെ കരടും. എന്തായാലും പിണറായിയും സുഡാപ്പികളും മുഖ്യധാര മാധ്യമ പ്രവർത്തകർ എന്ന് നടിക്കുന്ന ശവന്തീനികളും ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലന്മാരായ സാംസ്കാരിക നാറികളും ഇത്തവണ പരാജയപ്പെട്ടു. ഇപ്പോൾ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളെ പ്രേക്ഷകർ കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രൈം ടൈമിലെ യൂട്യൂബ് വ്യൂ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ജനങ്ങൾ അവർ വെറുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഷാജിനെ പോലത്തുള്ള ആൾക്കാരെ ചാനലുകൾ ആണ് കൂടുതൽ ആൾക്കാരും കാണുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇതിന് വേറെ വെർട്ടിക്കൽസ് ഉണ്ട്. ഈ അറസ്റ്റിലൂടെ, അതായത് ഫാമിലിയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇതിൽ അറസ്റ്റിലൂടെ പിണറായി ലക്ഷ്യം വെക്കുന്ന വേറൊരു കാര്യമുണ്ട്. അവർക്കറിയാം ഷാജൻ സ്കറിക്ക് എന്തായാലും ജാമ്യം ലഭിക്കുന്നു. അദ്ദേഹം പുല്ല് പോലെ ഇറങ്ങി വരുമെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പോലീസിനും പിണറായിക്കും നന്നായിട്ട് അറിയാം. എന്നിട്ടും തോൽക്കും എന്നറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ഉത്തരം വെരി സിമ്പിളാണ്. ഷാജൻ സ്കറിയക്ക് വലിയ സപ്പോർട്ടുണ്ട്, നിയമസഹായം ലഭിക്കും.
എന്നാൽ ഇനി ഒരു ഷാജൻസ്കറിയെ വളരാൻ പാടില്ല എന്ന മുന്നറിയിപ്പാണിത്. ഒരു ഷാജിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ നാട്ടിൽ നൂറുകണക്കിന് ഓൺലൈൻ ചാനലുകളും വ്യക്തികളും സർക്കാരിനെയും പാർട്ടികളെയും ആക്രമിക്കുന്നുണ്ട്. അവർക്ക് ഷാജിന് ലഭിക്കുന്ന പോലുള്ള പിന്തുണയുണ്ടാകില്ല. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാനുള്ള അവസ്ഥയും ഉണ്ടാകില്ല. കള്ളക്കേസിൽ പിടിച്ചകത്തിട്ടാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനും ഉണ്ടാകില്ല. നട്ടപ്പാതിരിക്ക് വീട്ടിൽ ഇടിച്ചു കയറി കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ഉടുതുണി പോലും ഇല്ലാതെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വീട്ടുകാരുടെ ട്രോമ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഭയം അവര് ജീവിതകാലം മുഴുവൻ വേട്ടയാടും. പേടിച്ച് പിന്മാറണം. പൊട്ടൻഷ്യൽ ഷാജന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ വേട്ടയാടിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് സൗജന്യമായി നിയമസഹായം ചെയ്യാൻ വക്കീലന്മാരും സംഘടനകളും തയ്യാറാകണം. ഇവർ ഉണ്ടാക്കേണ്ട ഈ ഫിയർ സൈക്കോസിസ് അവസാനിപ്പിക്കാൻ ഇതേ മാർഗമുള്ളൂ. അത് ഉത്തരം വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജൻ ഉണ്ടല്ലോ, ഈ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തതിലൂടെ പിണറായി ലക്ഷ്യം വെക്കുന്നത് ഇനിയൊരു ഷാജൻ ഉണ്ടാകാൻ പാടില്ല. അതായത് നിരന്തരം സർക്കാരിനെയും പിണറായി കുടുംബത്തെയും പിണറായി മകളെയും കുറിച്ച് മരുമകനൊക്കെ കുറിച്ച് വളരെ അപവാദമല്ല ഉള്ള കാര്യം പറയുന്ന ആൾക്കാരുടെ നാവടക്കുക. അത് തന്നെയാണ് ഇവിടെ സർക്കാരും പോലീസും ലക്ഷ്യം വെച്ചത്. അല്ലാതെ അവർക്കറിയാം ഇത് തള്ളിപ്പോകുന്ന കേസാണ്. ഷാജിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇനി കേസ് സുപ്രീം കോടതിയിൽ പോവേണ്ടി വന്നാലും ഷാജൻ ഈ കേസ് തള്ളിപ്പോകുന്ന ഷാജിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ ഇത്തരത്തിലുള്ള ഒരു നടപടിയുടെ, അതായത് ഉടുത്തുണി പോലും ഇടാതെ ഇല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ അണ്ടർവെയർ പോലും ഇട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ഒരു മാധ്യമ പ്രവർത്തനം പറയുന്നത് കേട്ടോ. ആ കൈലി മുണ്ട് കൊടുത്ത് അതേമാതിരിയാണ് പുള്ളിക്കാരനെ പിടിച്ചു കൊണ്ടുപോയത്. കാരണം എല്ലായിടത്തും ഡിസ്പ്ലേ വെച്ചിട്ട് എല്ലാ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര വൈറലാണ് ഈ ഫോട്ടോ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ സമൂഹത്തിൽ ഇത്ര ഒരുപാട് കൊലപാതകം ചെയ്ത് ഇത്രയും അതിക്രൂരമായ പ്രതികളോട് പോലും കേരള പോലീസ് ഇത്തരത്തിലുള്ള ഇത് സ്വീകരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ പ്രതികൾക്ക് ബീഫും പൊറോട്ടയും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പോലീസാണ് നമ്മുടെ കേരള പോലീസ്. എന്നിട്ടും ഷാജിനോട് എന്താണ് സാമാന്യ ഒരു പ്രതിയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാത്തതിന് പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി ഷാജൻ കുഴിലോത്ത് നടത്തുന്നില്ല. മാത്രമല്ല ഇനിയൊരു ഷാജന്മാർ ഉണ്ടാവാൻ പാടില്ല. ഇതൊരു പാഠമാണ്. അതായത് നേരത്തെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു വക്കീലിനെ കാണണം. വക്കീലിനെ വെക്കാൻ 25,000 രൂപ കൊടുക്കണം, സമയം പോവും. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുടെ സാധാരണക്കാരുണ്ടാവും. ഇതൊക്കെ ഒരു മെസ്സേജാണ്. ഇത്തരത്തിലുള്ള തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്ക്, ഈ ഓൺലൈൻ ചാനലിൽ ഇരുന്ന് തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്ക്, AC റൂമിലിരുന്ന് തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ക്ലിയർ മെസ്സേജാണ് പിണറായി വിജയനും പോലീസും കൊടുത്തിരിക്കുന്നത്. നാളെ നിങ്ങൾക്കും ഈ ഗതി വരും. ഷാജിനെന്ന് വെച്ചാൽ നിയമസഹായം ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നിയമസഹായം ലഭിക്കില്ല. അതുകൊണ്ട് ഇമാതിരി പണി നിർത്തിക്കോ. തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ മകളെയും മരുമകനെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സത്യം വിളിച്ചു പറയുന്ന ആൾക്കാർ ആ പരിപാടി നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഇതുമാതിരി ഷാജന് ലഭിച്ച പോലെ പണി പാലും വെള്ളത്തിൽ നിങ്ങൾക്കും ലഭിക്കും എന്നുള്ളൊരു ക്ലിയർ മെസ്സേജാണ് പിണറായിയും പോലീസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനായാലും പൊതുസമൂഹം ഇതിനെ ഒറ്റക്കെട്ടായി നേരിടണം. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഇത്തരത്തിൽ പോലീസ് രാജിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിയമസഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ വക്കീലന്മാർ, അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാരെ സർക്കാർ കാണിക്കുന്ന ഈ ക്രൂരതക്കെതിരെ അവർ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇത്തരത്തിൽ നിയമസഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന തോന്നൽ സർക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ, പിണറായിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലെ കാര്യങ്ങൾ ഇനി അരങ്ങേറില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ ഷാജിന് 4 മണിക്കൂറും ജാമ്യം ലഭിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.